അമ്മ ഇന്ന് ഉണക്കമീൻ കൊണ്ട് എന്താ ചെയ്യാൻ പോണേ? ഇന്ന് നമ്മള് വൈകിട്ട് അത്താഴം കഞ്ഞി ഉണ്ടാക്കണം. അപ്പൊ ഉണക്കമീൻ ഉണക്കപ്പരവയാട്ടോ. ഇതാ ഉണക്കപ്പരവ കൊണ്ട് തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം ചേർത്തൊരു ചമ്മന്തി. ഉണക്കമീൻ വറുത്തിട്ടുള്ളൊരു ചമ്മന്തി. അത് ഉണക്കപ്പരവയാ കിട്ടിയ, കുഞ്ഞു പരവയാണെന്നുള്ളൂ. അത് ഉണക്കമീനായതുകൊണ്ട് സ്വല്പം സമയം നമ്മൾ വെള്ളത്തിലിട്ട്, ഭയങ്കര ഉപ്പായിരിക്കും, ഉപ്പ് കളയാനിട്ടിരിക്കുന്നതാ. ഇനി ഇത് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മൾ ഇച്ചിരി മുളക് പൊടി പെരട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. വറുത്തെടുത്തേച്ച് നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങ, ഒരു വാളം തേങ്ങ, അതൊന്ന് അളവ് പറയണ്ട, തേങ്ങാവിനവന്റെ ഇഷ്ടത്തിന് ഒരു വാളം തേങ്ങ. ചുമന്നുള്ളി ഇച്ചിരി കൂടുതലിട്ടാൽ ടേസ്റ്റ് കൂടും. ഒരു 5-8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചുമന്നുള്ളി, ഒരു ദളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ആരും ഇതിന് ചേർക്കൂലെന്ന് എനിക്ക് തോന്നണം. ഞാൻ ഒരു ദളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചതച്ച മുളക് പൊടി ചേർത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഈ ഉണക്കമീൻ അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റണം. എന്നിട്ട് മാറ്റി വെച്ച് ഈ സംഗതികളെല്ലാം കൂടെ മിക്സിയിൽ ഒരു കറക്ക്. അതോടുകൂടി ഉണക്കമീൻ ചമ്മന്തി റെഡി. അടി കലസൽ. കഞ്ഞിക്ക് നല്ലതാ. പിന്നെ ഒരു പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ ധാരാളം. അപ്പൊ നമുക്ക് നോക്കാം. നീ വറക്കാൻ ഇത് കഴുകി ഇച്ചിരി മുളക് പെരട്ടി വെളിച്ചെണ്ണ വറുത്തെടുക്കണം. ഇച്ചിരി നേരം ഒന്ന് വെച്ചേച്ച് വേണം ഉപ്പ് മുളക് പിടിക്കണ്ടേ ഇതിലേക്ക് വറക്കാൻ. കണ്ടോ ഉണക്കപ്പരവ. നമ്മള് ഇതൊക്കെ വെട്ടി കഴുകി വെള്ളത്തിലിട്ട് ഉപ്പ് പോയി ഒരുവിധം. എന്നിട്ട് നമ്മൾ ഓരോന്ന് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് അകത്ത് മുളക് കയറാനായിട്ട്. എന്നിട്ട് നമ്മൾ മുളക് പെരട്ടി വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം ഇരുന്നാൽ ഇച്ചിരിയെങ്കിലും ഒരു അരമണിക്കൂർ ഇരിക്കുക നല്ലത്. എരിവ് ഒക്കെ അതിലേക്ക് കയറി കിട്ടണം. ഉപ്പ് പിന്നെ ചേർക്കേണ്ട, ഉപ്പുമീൻ ആയതുകൊണ്ട് ഉപ്പ് നമ്മൾ കളഞ്ഞതാ ഇതിന്റെ. ഇനിയിപ്പൊ ഇത് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പുമീനില്ല, ദശപ്പുള്ള ഉപ്പുമീനെ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ മുള്ളൻ പോലെയുള്ള മീനുകളൊക്കെ അപ്പടി മുള്ളായിരിക്കും. ഇത് ഉടച്ചു കഴിയുമ്പോൾ നമുക്ക് കൊഴുവ, കടൽ വരാല് ബെസ്റ്റാ. പിന്നെ കൊഴുവ ബെസ്റ്റാ. കൊഴുവയ്ക്ക് വേറൊരു പേര് ചില സ്ഥലങ്ങളിൽ പറയും നെത്തോലി എന്ന് പറഞ്ഞാൽ, നമ്മള് കൊഴുവെന്നാ പറയുന്നത്. പിന്നെ ഇത് പരവ, കൊഴുവ, പിന്നെ കടൽ വരാല്, ഇങ്ങനെയുള്ള ദശപ്പുള്ള ഏത് മീനും ഉപയോഗിക്കാം. മുള്ളനൊട്ടും എടുക്കരുത് കൂട്ടോ, കംപ്ലീറ്റ് മുള്ള അതിന്. അതുകൊണ്ട് അത് നമ്മുടെ വായിൽ എപ്പോഴും എത്ര കളഞ്ഞാലും മുള്ള് പോവില്ല. ഇതിപ്പോ മുളക് മാത്രം മതി. മുളക് മാത്രം പെരട്ടി ഒരു 10-20 മിനിറ്റെങ്കിലും ഇരിക്കണം, എന്നാലേ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഉണക്കമീനല്ലേ. എന്നിട്ട് നമ്മള് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുക. പിന്നെ ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഉണക്കമീൻ മുളക് പെരട്ടി വെച്ചില്ലേ, മുളക് പൊടി പെരട്ടി വെച്ചത് പാത്രത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വറക്കാനായിട്ട് എണ്ണ ചൂടായി അതിലേക്ക് ഇടാം കേട്ടോ. സിമ്മിലാണോ? അല്ല, എണ്ണ ചൂടാകുന്നവരെയും ഫുള്ളില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് സിമ്മിലേക്ക് ആക്കണം. ഉണക്കമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതുകൊണ്ട് ഇതിലേക്ക് വെക്കുക കേട്ടോ. വെളിച്ചെണ്ണ ശരിക്കും മൂട്ടും. അപ്പം 3 എണ്ണ എടുത്തോളൂ. അത് മതിയല്ലോ. ഇത് ഉണ്ടാക്കി തന്നെ വെച്ചേർന്ന അധികം നല്ലതല്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്കൊരു നേരത്തേക്ക് അത് മതി. ഇനി നമുക്ക് മറക്കിടാറായോ എന്ന് നോക്കാം. ആയില്ല എന്ന് തോന്നുന്നു. ആയി വന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരൂടെ വേവണമായിരുന്നു. ഉണക്കമീനായതുകൊണ്ട് വേവ് കുറവാണ്. പിന്നെ സിമ്മിലിട്ടല്ലേ നമ്മൾ വേവിക്കണം. ഒന്ന് മറച്ചിട്ടാൽ മതി, വേവധിയില്ലല്ലോ ഒന്നും. പക്ഷെ ഏതാണ്ട് വേവായിട്ടുണ്ടോന്ന് മറച്ചിടാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നോടെ തിരിച്ചിട്ടാൽ മതിയല്ലോ. വങ്ങിപ്പോയാൽ പിന്നെ കരിയുകയാവും. ഉണക്കമീനായതുകൊണ്ട് പെട്ടെന്ന് വേവധികയില്ല. നല്ല രസമല്ലേ അതിൽ കിടക്കണത്. ഇനി നമ്മുടെ ഇല്ലേ ഉണക്കമീൻ ഏതാണ്ട് വേവായിട്ടുണ്ട് വറവില്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് എണ്ണ വാലാൻ വെക്കാം കേട്ടോ. എണ്ണ വാലാൻ വെച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ട് വേണം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ പറ്റുള്ളൂ. ചൂടോടുകൂടി മിക്സിയിൽ ചെയ്യാൻ പറ്റൂല്ലോ. അപ്പം ഇത് എണ്ണ വാർന്ന് ഇതേ ഉണക്കപ്പരവയാണ്. എണ്ണ വാർന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തേങ്ങ, ഉള്ളി, മുളകും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കറക്കിയാൽ മതി. അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു. കഞ്ഞിക്ക് ബെസ്റ്റ് കറിയാ. നമ്മൾ ഉണക്കമീൻ വറുത്തത് ഞാൻ കുറച്ച് മുള്ളെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത മുള്ള് കളയണമെന്ന് കാണിക്കണമല്ലോ എന്ന്. ഇനി അത് നമ്മളെ കീറി ഈ നടുവ് മുള്ളൊക്കെ ഒന്ന് മാറ്റണം. മാറ്റിയേച്ച് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒരു കറക്കം. അപ്പോൾ ഉണക്ക മീൻ ചമ്മന്തി റെഡിയാവും. ചൂട് നന്നായിട്ട് ആറിയിട്ട് വേണം കേട്ടോ. ചൂട് നന്നായിട്ട് ആറണം, എന്നിട്ടേ മിക്സിയിൽ ഇടാവുള്ളൂ കേട്ടോ.
ചൂട് നന്നായിട്ട് ആറി നമുക്കിത് കിള്ളി പൊളിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയിലിടുക. മിക്സിയിലില്ലേ ആദ്യം തേങ്ങ ഇതും കൂടെ ഇട്ടേച്ച് മീതിയെ മീനിട്ടാ മതി. ഒത്തിരി പൊടിഞ്ഞു പോയാൽ കൊള്ളില്ല. ഒന്ന് ഇത് ആദ്യം കറക്കണം കേട്ടോ. മീൻ ഒഴികെ തേങ്ങയും ഉള്ളികളും ഈ മുളകും കൂടെ ഒന്ന് കറക്കിയേച്ച് വേണം മീനിടാൻ. ഞാൻ പറയാൻ വിട്ടുപോയി. മീൻ നന്നായിട്ട് ചൂടാറി നല്ലോണം തണുത്തിരിക്കണം കേട്ടോ. ചൂട് നന്നായിട്ട് ആറി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ ഇടാവുള്ളൂ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് അടിക്കരുത്. നന്നായിട്ട് ഈ മീൻ വറുത്തതിന്റെ ചൂടാറി തണുത്തിട്ട് മാത്രമേ അതിന്റെ മുളക് കിള്ളി മിക്സിയിൽ ഇടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ മമ്മ? നമുക്ക് ചൂടാറിയിട്ടാണല്ലോ മുള്ള് മാറ്റാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആദ്യം മീൻ ലാസ്റ്റ് ഇട്ടാൽ മതി. മീൻ്റെ ഇങ്ങനെ കീറിയെടുക്കണോണ്ട് ഇത് പൊടിക്കേണ്ട ഒരു ചുമ്മാ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഇത് പൊടിക്കണതേ. മുള്ള് മാറ്റുമ്പോൾ തന്നെ പിച്ചി കീറി എടുക്കുമല്ലേ നമ്മളിതിങ്ങനെ. ഇങ്ങനെ ഈ പരവി ആയതുകൊണ്ട് നല്ല ടേസ്റ്റിയാ ചമ്മന്തിക്ക്. കടൽ വരാലും പരവിയാണ് ഏറ്റവും നല്ലത് ചമ്മന്തിക്ക്. പിന്നെ കൊഴുവ ഉപയോഗിക്കും. കൊഴുവ, ഉണക്ക കൊഴുവ. മഴക്കാലത്ത് ഇതൊക്കെ കപ്പൽ ഓടുന്നു. ഒയ്യോ, മഴക്കാലത്തൊക്കെ ഇത് നല്ല രസാ. മഴയത്ത് ഇങ്ങനെ കഞ്ഞിയും ഉണക്കമീൻ ചമ്മന്തിയും പിക്കിളോ അല്ലെങ്കിൽ തൈര് കടുക് പൊട്ടിച്ചോ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട അല്ലേ? എനിക്ക് ഇതൊക്കെ മതി ധാരാളം. അതുപോലെ മുള്ള് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മുള്ളുകൾ മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയിൽ മുള്ള് കടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കംപ്ലീറ്റ് മുള്ള് മാറ്റിയിട്ട് മുറിച്ച് വേണം മിക്സിയിലിടാൻ. നമ്മൾ തേങ്ങയും ഉള്ളിയും മുളകും കൂടെ ഒന്ന് കറക്കിയിട്ടോ മിക്സിയില്. നമ്മള് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മള് ഇത് ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. തേങ്ങ നമ്മൾക്കില്ലേ ശരിക്കും ഈ മീനിന്റെ സ്വാദാണ് മുമ്പിൽ നിൽക്കേണ്ടത്. മീൻ എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു വാളം തേങ്ങ, അത് ഇത്ര അളവെന്നില്ല. ഞാൻ ഇച്ചിരി പൊലിമ ഉണ്ടാവാൻ വേണ്ടി ഇച്ചിരി തേങ്ങ അധികമാണ് ഇതിൽ ചേർന്നേക്കണം. ഒരു വാളം തേങ്ങ മീനാണ് കൂടുതൽ വേണ്ടത്. ഇതിപ്പോ 3 മീൻ ഇരുന്നത് കൊണ്ട് അങ്ങ് ചെയ്തതല്ലേ. അപ്പൊ ഇച്ചിരി നമുക്ക് തൊട്ട് കൂട്ടണ്ടെന്ന് ഓർത്ത് ഇച്ചിരി തേങ്ങ അധികമാണ് ഇതില്. ഇനിയിപ്പോ നമ്മള് ഒരു കറക്കും കൂടെ കറക്കുമ്പോ ഇത് ഓൾറെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ആദ്യം ഇതൊന്ന് ഒതുക്കിയിട്ട് ഈ തേങ്ങയും ഉള്ളിയും മുളകും ഒന്ന് ഒതുക്കിയതിന് ശേഷം ആണ് നമ്മള് ഈ മുള്ളു കളഞ്ഞ ഉണക്കമീൻ പിച്ചി കീറിയത് നമ്മൾ അതിലേക്ക് ഇടുന്നത് കേട്ടോ. വീണ്ടും ഒന്നുകൂടെ കറക്കണം. ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ഒരു 2 സെക്കൻഡ്. എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഈ മറ്റു ചമ്മന്തി പോലെ അരഞ്ഞു പോയാൽ ഗുണയില്ല. ഈ മീനിന്റെ ദശപ്പ് ഇച്ചിരി ഈ ചമ്മന്തിയുടെ കടിക്കുമ്പോ കിടക്കണം. ഈ ചെമ്മീൻ ചമ്മന്തി നമ്മള് ഉണ്ടാക്കൂല അതുപോലെ തന്നെ ഉണക്ക ചെമ്മീത്തിന്റെ ചമ്മന്തി ഉണ്ടാക്കൂല. ആ സെയിം മെത്തേഡ് തന്നെ. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുമ്മ സ്പെഷ്യൽ ഉണക്ക മീൻ വറുത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ഡിഷാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമ്മന്തിയിൽ ഒട്ടും ഉപ്പ് ചേർക്കണ്ട. കാരണം ഉണക്കമീൻ ആയത് കാരണം അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഒട്ടും ഉപ്പ് ചേർക്കാണ്ട് അരച്ചെടുത്ത വളരെ രുചികരമായിട്ടുള്ള ചമ്മന്തിയാണ്. ഇതും കഞ്ഞി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പെഷ്യൽ ചമ്മന്തിയാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഒപ്പം ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ ഒരുപാട് ട്രഡീഷണൽ ഡിഷായിട്ട് മമ്മ ഇനി വരുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സോ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.